വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ മുഴുവൻ പ്രതികളും പിടിയിൽ. പ്രതികളിൽ ഒരാൾ 16-കാരൻ. വർക്കല കരുനിലക്കോട് സ്വദേശിയായ അഞ്ചുവരമ്പ് വിള വീട്ടിൽ 57 വയസ്സുള്ള സുനിൽ ദത്തിനെയാണ് സഹോദരി, ഭർത്താവ് ഉൾപ്പെടെയുള്ള മൂവർ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം 50 മീറ്ററോളം ദൂരത്തിൽ പ്രതികൾ നടന്നു പോവുകയും അതിനുശേഷം സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. ആ സമയം സ്കൂട്ടർ ഓടിച്ചിരുന്നത് 16-കാരനായിരുന്നു എന്നും പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം വെള്ളൈക്കടവ് സ്വദേശിയായ ഷാനിയെ ഇന്ന് രാത്രി 8 മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും പിടികൂടി. വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ സ്വദേശിയായ മാത്തവിള പുത്തൻ വീട്ടിൽ 36 വയസ്സുള്ള മനുവിനെ സംഭവ ദിവസം രാത്രി തന്നെ പിടികൂടിയിരുന്നു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുപ്രതി 16-കാരനെയും പോലീസ് നിരീക്ഷണത്തിലാക്കി. കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളും വർക്കല പോലീസിന്റെ പിടിയിലായി. ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. അവൻ ഭയങ്കര സൗണ്ട് കേട്ട് ഓടിച്ചെന്നപ്പോഴും അന്നും തറയിൽ കിടക്കുന്നു. വെട്ടുണ്ട് വെട്ടത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ മനു. അപ്പം വെട്ടാവിടാന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നു. പിന്നെ വേറൊരു ചെറുക്കൻ ഫ്രണ്ടിലോട്ട് ചെന്ന് എന്താ ചെയ്തെന്നൊന്നും ഞാൻ ഇങ്ങോട്ട് കിടന്നുകൊണ്ട് അങ്ങോട്ടുള്ളത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ പിന്നെ ഇങ്ങനെ അണ്ണനെ ഉപദ്രവിക്കാൻ വെട്ടാനായിട്ട് പിന്നെ വന്നപ്പോഴും അപ്പം അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ ഒരു മാല കുരിശിൻ്റെ ഇടകയായിരുന്നു. അതിങ്ങനെ ഞാൻ പൊട്ടിച്ച് പിന്നെ അണ്ണനെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും വെട്ടാൻ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഉരിഞ്ഞ് വന്ന് എൻ്റെ കയ്യിൽ വന്നപ്പോഴും പുള്ളി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് വാടാന്ന് പറഞ്ഞ് പോവാന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെടുത്ത് ഇങ്ങനെ വെട്ടുകത്തിയും കൊണ്ടുപോയി. 2 മടല് വെച്ച് അടിച്ചെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വന്നെന്നാണ് പറയുന്നത്. താഴെ പില്ലാന്നോട് വഴി വന്നിട്ട് SNDP വഴിയാണ് തിരിച്ചു പോയതെന്ന് പറയുന്നത്. SNDP വഴിയാണ് പോയത്. കാരണം ഞാൻ ഇവിടെ കിടന്ന് ഒരുപാട് വിളിച്ച് ബഹളമൊക്കെ വെച്ചപ്പോഴും ആളൊക്കെ കുറവായിരുന്നു. പിന്നീടാണ് ആൾക്കാരെ അറിഞ്ഞത് ഇങ്ങനത്തെ സംഭവം നടന്നു. അപ്പം അണ്ണൻ ഇതിന് മുമ്പേ മദ്യവെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം മദ്യവെച്ച് ബഹളം വെച്ചതായിരിക്കും എന്ന് ചിലർ വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഉടനെ ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റി. ഇത്തിരി കഴിഞ്ഞ് 5:40 ആയപ്പോഴൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നത്. കൊലപാതകം നടക്കുമ്പോൾ ഉഷാകുമാരി വീടിന് പുറത്തായിരുന്നുവെന്നും ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടി വീട്ടിലെത്തുമ്പോൾ കാണുന്നത് സഹോദരൻ സുനിൽ ദത്ത് തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും മനു വെട്ടുകത്തിയുമായി നിൽക്കുന്നതുമാണ്. കാലിൽ നിന്നും ശക്തിയായി രക്തം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്നും ഉഷാകുമാരി പറഞ്ഞു. തുടർന്നുള്ള പിടിവലിയിലാണ് ഉഷാകുമാരിക്കും തലയ്ക്ക് വെട്ടേറ്റത്. ആക്രമിച്ച മനുവിനെ ഉഷാകുമാരി ഇതിനു മുൻപ് ഭർത്താവിനോടൊപ്പം കണ്ടിട്ടുണ്ടെന്നും മനുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നും ഉഷാകുമാരി പറഞ്ഞു. ആക്രമണത്തിനു ശേഷം മൂവരും വെട്ടുകത്തിയുമായി പുറത്തേക്ക് പോകുകയും തുടർന്ന് ഉഷാകുമാരിയാണ് പുറത്തിറങ്ങി നിലവിളിച്ച് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. പോലീസ് പിടികൂടിയ മനു ഇതിനു മുൻപും കൊലപാതക കേസിൽ പ്രതിയാണ്. മനുവിന്റെ ഭാര്യയുമായി സൗഹൃദം സ്ഥാപിച്ചതിന് സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2017 ശംഖുമുഖം പോലീസ് മനുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ വിചാരണ നടന്നുവരവെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതി വീണ്ടും കൊലപാതകം നടത്തിയത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ 2 വധശ്രമ കേസുകൾ നിലവിലുണ്ട്. ഇന്നുച്ചയോടെ പോലീസിന്റെ സയന്റിഫിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കൊല്ലപ്പെട്ട സുനിൽ ദത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. ബീക്കൺ ന്യൂസ്, വർക്കല.